വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഗ്രാമർ പോർഷൻ നോക്കാം. റിപ്പോർട്ടർ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പ്രാവശ്യവും ചോദിച്ച് കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് സംബന്ധിച്ച് ചില ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഇന്ന് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നമ്മളിത് വളരെ ഈസി ആയിട്ട് റിപ്പോർട്ടർ സ്പീച്ചിൽ നിന്ന് പഠിക്കാൻ പോവുകയാണ്. റിപ്പോർട്ടർ സ്പീച്ച് എന്താണെന്ന് നോക്കാം. റിപ്പോർട്ടർ സ്പീച്ച് ഈസ് when we tell someone what another person said. ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. To do this, we can use direct speech or indirect speech. ഇതിനു വേണ്ടി നമുക്ക് രണ്ട് തരത്തിലുള്ള പറയാം. ഒന്ന് ഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കാം. ഡയറക്റ്റ് സ്പീച്ച് അത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് റിപ്പോർട്ടർ സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് പറയുന്ന കാര്യം അങ്ങനെ പറയുന്ന ഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ച് തന്നെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നമ്മൾ പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കേട്ടതും പറഞ്ഞതും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരം, ഉദാഹരണത്തിന് വൃന്ദയും അനീനയും തമ്മിലുണ്ടായ സംസാരം. വൃന്ദ മാലുവിനോട് പറയുന്നു, അനീന ഇതൊക്കെയാണ് പറഞ്ഞത്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആവുന്നു. വൃന്ദയോട് അനീന പറഞ്ഞ കാര്യങ്ങൾ ഡയറക്റ്റ് സ്പീച്ചാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഹി സെഡ് ഐ ലൈക്ക് മ്യൂസിക്. അവൻ പറഞ്ഞു എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അവന് പാട്ട് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടില്ല, എനിക്ക് പാട്ട് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു. ഡയറക്റ്റ് സ്പീച്ചാണത്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് പറയുന്നത്. നമ്മളെങ്ങനെ പറയാം? അവന് പാട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്നാണ്, അല്ലാതെ ഐ ലൈക്ക് മ്യൂസിക് എന്നല്ലല്ലോ പറയാം. മറ്റുള്ളവരോട് പറയുമ്പോൾ ഹി സെഡ് ദാറ്റ്, ഐ ആരാണ്? ഹി ആണ്. ഹി ലൈക്ക് അത് പാസ്റ്റിലേക്ക് ആവുന്നു. ലൈക്ക് മ്യൂസിക്. നോക്കാലോ ആൻസർ. ഹി സെഡ് ദാറ്റ് ഹി ലൈക്ക് മ്യൂസിക്. അവന് പാട്ട് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കായി. ചില ചെറിയ സ്റ്റെപ്പുകൾ മാത്രമാണുള്ളത്. ആ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചു പോവാം. ഒന്നാമത്തത്, റിപ്പോർട്ടർ സ്പീച്ച് ഓൾവേസ് റിട്ടൺ ഇൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലാണ് റിപ്പോർട്ടർ സ്പീച്ച് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ്, ആം, വാസ് ആയി മാറുന്നു. ആർ, വാസ് ഓർ വേർ ആവുന്നു. ഹാസ്, ഹാവ്, ഹാഡ് ആവുന്നു. ഡു, ഡസ്, ഡിഡ് ആവുന്നു. will, would, shall, should, can, could, may, might, must, had to, must, would have to. Today, that day. Tonight, that night. Yesterday, the previous day. Tomorrow, the next day. This, that, now, then. ഇത്തരത്തിൽ മാറ്റങ്ങളാണ് വരിക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു പോയിന്റ് പാസ്റ്റ് ടെൻസിലേക്കായിട്ട് മാറുന്നു. ടീച്ചർ സെഡ് ഐ വിൽ ഗീവ് എ റിവാർഡ് ടുമാറോ. ക്വസ്റ്റ്യൻ ഇതാണ്. ടീച്ചർ സെഡ് ഐ വിൽ ഗീവ് എ റിവാർഡ് ടുമാറോ. ആൻസർ, ടീച്ചർ സെഡ് ദാറ്റ്. ഐ വിൽ എന്നുള്ളത് ഐ എന്നുള്ളത് ഷീ ആവുന്നു. വിൽ ഗീവ് എന്നുള്ളത് വുഡ് ഗീവ് എ റിവാർഡ് ദ നെക്സ്റ്റ് ഡേ. ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറുന്നു. വിൽ എന്നുള്ളത് വുഡ് ആയിട്ട് മാറുന്നു. ഒന്നാമത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത്, റിപ്പോർട്ടർ സ്പീച്ച് ഈസ് ഓൾവേസ് റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സണിലാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാം. ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും ഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റിലേക്ക് ആകുമ്പോൾ അത് തേർഡ് പേഴ്സണലായിട്ട് മാറുന്നു. കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്നും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾ നോക്കാം. ടീച്ചർ സെഡ് ഐ വിൽ ഗീവ് എ റിവാർഡ് ടുമാറോ. സെയിം സെന്റൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ള, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. ടീച്ചർ സെഡ് ഐ വിൽ ഗീവ് എ റിവാർഡ് ടുമാറോ. അത് ഇൻഡയറക്റ്റിലേക്ക് ആകുമ്പോൾ ടീച്ചർ സെഡ് ദാറ്റ് ഷീ വുഡ് ഗീവ് എ റിവാർഡ് ദ നെക്സ്റ്റ് ഡേ. ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആകുമ്പോഴേക്കും ഷീ അല്ലെങ്കിൽ ഹി ആയിട്ട് മാറുന്നു. ഒന്നാമത്തെ പഠിച്ച പാസ്റ്റ് ടെൻസിലായിരിക്കും, രണ്ടാമത്തത് അധികവും തേർഡ് പേഴ്സണിൽ ആയിരിക്കും. മൂന്നാമത്തെ, when the speaker asks a question which can be answered in yes or no, add if or whether. ഒരു ക്വസ്റ്റ്യൻ്റെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം yes or no ആയിട്ടാണ് വരുന്നതെങ്കിൽ
അപ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യെസ് എന്നാണെങ്കിൽ വേണമെങ്കിൽ ആൻസർ പോസിറ്റീവ്ലി, എഗ്രീഡ്, അഫർമേറ്റീവ് എന്ന് പറയാം. നോ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ്ലി, റിഫ്യൂസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അഡീഷണൽ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ ഇതിൽ. എക്സാമ്പിൾ, ദ ബോയ് ആസ്ക്ഡ്, ഡു യു വാണ്ട് ടു എൻജോയ് യുവർ ലൈഫ്? ക്വസ്റ്റ്യൻ ഇതാണ്, ഡു യു വാണ്ട് ടു എൻജോയ് യുവർ ലൈഫ്? അതിൻ്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ്? ദ ബോയ് ആസ്ക്ഡ് ഇഫ് അല്ലെങ്കിൽ വെദർ. വെദർ ഡു എന്നുള്ളത് ഡിഡ് ആയി മാറുന്നു. ഡിഡ് ഹി ഓർ ഷീ വാണ്ടഡ് ടു എൻജോയ് ഹിസ് ഓർ ഹർ ലൈഫ്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ബോയ് ആസ്ക്ഡ് ഇഫ്, ഇഫ് ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ഏതെങ്കിലും ഒന്ന്. ഡിഡ് ഹി വാണ്ടഡ് ടു എൻജോയ് ഹിസ് ലൈഫ്? 3 നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ പാസ്റ്റ് ടെൻസിലായിരിക്കും, രണ്ടാമത്തെ തേർഡ് പേഴ്സൺ ആയിരിക്കും, മൂന്നാമത്തത് ക്വസ്റ്റ്യന് ആൻസർ യെസ് ഓർ നോ ആണ് വരുന്നതെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. നാലാമത്തെ, when the speaker speaks a complete sentence, add that. കംപ്ലീറ്റ് ആയിട്ടുള്ള, മീനിങ്ഫുൾ ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഒരു സ്പീക്കർ പറയുന്നതെങ്കിൽ അതിനുശേഷം ദാറ്റ് എന്ന് ചേർക്കണം. നമുക്ക് നോക്കാം, ഡയറക്റ്റ് സ്പീച്ചിൽ നോക്കാം. The chief minister said, my state is safe from corona. അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അപ്പോൾ അത് ആൻസർ ചെയ്യുമ്പോൾ the chief minister said that, my എന്നുള്ളത് his, state is എന്നുള്ളത് was, safe from corona. 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും, രണ്ടാമത്തെ തേർഡ് പേഴ്സൺ ആയിരിക്കും, മൂന്നാമത്തെ യെസ് ഓർ നോ അങ്ങനത്തെ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ, നാലാമത്തെ കംപ്ലീറ്റ് സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ചേർക്കുക. ഇത് ഓരോ പോയിന്റും പഠിച്ചു പോയാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, when the speaker gives a command or request, add to. കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് നൽകുന്നതെങ്കിൽ to എന്ന് ചേർക്കണം. ടീച്ചർ ടോൾഡ്, get out of here. അതൊരു കമാൻഡ് ആണ്. ടീച്ചർ ടോൾഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് there. ഹിയർ എന്നുള്ളത് there ആയിട്ട് മാറുന്നു. ടീച്ചർ സെഡ്, പ്ലീസ് സിറ്റ് ഡൗൺ. അതൊരു റിക്വസ്റ്റ് ആണ്. ടീച്ചർ റിക്വസ്റ്റഡ് ടു പ്ലീസ് സിറ്റ് ഡൗൺ. Next one, when the speaker asks a question like what, where, how, when, who, etc., replace said with asked. Said എന്നുള്ളതിന് പകരം asked ചേർക്കുക. Teacher said, where is my pen? ക്വസ്റ്റ്യൻ ആണ്, where എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുള്ളത്. Teacher said, where is my pen? അത് മാറ്റുമ്പോൾ ടീച്ചർ ആസ്ക്ഡ് where is എന്നുള്ളത് was ആയി മാറുന്നു. my എന്നുള്ളത് her എന്നാവുന്നു. her pen. ടീച്ചർ ആസ്ക്ഡ് where was her pen? Next one, do not change the dialogue into past tense when the dialogue is an universal truth. പ്രപഞ്ച സത്യങ്ങൾ പറയുന്ന സമയത്ത് ഡയലോഗ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ആ സത്യങ്ങൾ മാറുന്നതല്ല. ടീച്ചർ സെഡ് the sky is blue. Teacher said that the sky is blue. Ram said the earth is round. Ram said that the earth is round. Teacher said the earth moves. Teacher said that the earth moves. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ 7 പോയിന്റ്സ് ഒന്നും കൂടി പറയുകയാണ്. റിപ്പോർട്ട് സ്പീച്ച് ഓൾവേസ് റിട്ടൺ ഇൻ പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ട് സ്പീച്ച് ഈസ് ഓൾവേസ് റൈറ്റ് ഇൻ തേർഡ് പേഴ്സൺ. When the speaker asks a question which can be answered in yes or no, add if or whether. When the speaker speaks a complete sentence, add that. When the speaker gives a command or request, add to. When the speaker asks a question like what, where, how, when, who, etc., replace said with asked. Do not change the dialogue into past tense when the dialogue is an universal truth. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്
റിപ്പോർട്ട് സ്പീച്ച് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. The following sentences are from the story The Price of House. Read them. She asked, "Are you an Indian?" "Yes." "Excuse me, are you a vegetarian?" "Why do you ask that? I have heard that most Indians are vegetarians. How is it that you know anything about India?" "My elder brother is in India. He is a soldier." ഇത് ടെക്സ്റ്റിൽ തന്നെയാണ്, അതിൽ ആൻസറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ തന്നെയാണ് ഇത്. The very next day, the narrator told his friend about the girl. എങ്ങനെയാണത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രെറ്റ ആൻഡ് ഹർ ഫാദർ. ഗ്രെറ്റയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണത്. ഫാദർ: "You want something of your own?" Greta: "I want peaches, pears and artichokes." Father: "Do you want them in a house with bowls in the kitchen?" Greta: "Yes. But why are you writing all that down?" ഇതൊന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി നോക്കുക. ആൻസർ ഒന്ന് എഴുതി നോക്കൂ. നമുക്ക് നോക്കാം ആൻസർ. Father asked Greta whether she wanted anything of her own. Question ഇതാണ്. Father, you want something of your own. ഇതിൽ yes or no question ആണോ നിങ്ങൾക്കൊരു സംശയം വരും. അതൊരു yes or no question ആണ്. Do you want something of your own? നിൻ്റേതായിട്ട് നിനക്ക് എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരിക yes or no എന്നാണ് വരിക. അതുകൊണ്ടാണ് അവിടെ whether അല്ലെങ്കിൽ if ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. whether ചേർത്തത്. Father asked Greta whether she wanted എന്നുള്ളത് wanted anything of your എന്നുള്ളത് her own. അപ്പോൾ ഉത്തരം പറയാണ്. Greta replied that she wanted peaches, pears and artichokes. Greta replied that അതിനുള്ള she ആയി മാറുന്നു. She wanted peaches, pears and artichokes. വീണ്ടും ഫാദർ ചോദിക്കുകയാണ്. ഫാദർ again asked whether she wanted them in a house with bowls in the kitchen. പിന്നെയും ആൻസർ കൊടുക്കുകയാണ്. She replied positively. yes എന്നാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് positively, and asked her father why he was writing all that down. അടുത്തത് മാഗി മിസ്റ്റർ കുത്തിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അതൊന്ന് വായിക്കാം. ആൻസർ ഇറ്റ്. മാഗി: Frank is buried at Fort Monroe near Dharakasika. Mr. Gupta: When I go to that part of the country, I shall visit your brother's grave and write to you. Maggie: Will it be troublesome for you? Mr. Gupta: No. Dharakasika is not very far from my place. മാഗി മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അതൊന്ന് എഴുതി നോക്കൂ, റിപ്പോർട്ട് ചെയ്ത് നോക്കുക. Answer: Maggie said that Frank was buried at Fort Monroe near Dharakasika. Frank is എന്നാണ്, അത് was ആയിട്ട് മാറുന്നു. അടുത്തത് മിസ്റ്റർ ഗുപ്ത replied that when he എന്നുള്ളത് I go എന്നാണ് പറഞ്ഞത്. He went പാസ്റ്റിലേക്കാവുന്നു. To that part of the country I shall എന്നാണ്. He should visit her brother's grave and write to her. You എന്നുള്ളത് her ആയിട്ട് മാറുന്നു. പിന്നെ മാഗി വീണ്ടും ചോദിക്കുന്നുണ്ട്, will it be troublesome for you? yes or no question ആണ് അല്ലേ. മാഗി asked whether it will എന്നുള്ളത് would be troublesome for him. Next, Mr. Gupta replied negatively. No എന്നാണ് പറയുന്നത്. Negatively, and said that Dharakasika was not far from his place. Is എന്നുള്ളത് Dharakasika is not എന്നുള്ളത്
വാസ് നോട്ട് ആവുന്നു. മൈ പ്ലേസ് എന്നുള്ളത് ഹിസ് പ്ലേസ് ആയിട്ട് മാറുന്നു. വളരെ എളുപ്പമാണ്. ആ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2-3 എക്സാമ്പിൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, തന്നെ എഴുതാനായിട്ട് സാധിക്കും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അടുത്തത്, ഗുപ്ത ആസ്ക്ഡ്, "What is it, Maggie?" Maggie replied, "Come into the sitting room and I will tell you." ആൻസർ ലൈക്ക് ദിസ്. ഇതുപോലെ ആൻസർ ചെയ്യണം. I asked Maggie, അതുപോലെ Maggie replied. ഇതൊന്ന് എഴുതി നോക്കും. ആൻസർ ഇതാണ്. I asked Maggie what it was. സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെയാണ് വെർബ് വരിക. വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് ഇവിടെ വരുമ്പോഴേക്കും വാട്ട് ഇറ്റ് വാസ്. മാഗി റിപ്ലൈഡ് ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ എന്നുള്ളത് ഷീ വുഡ് ടെൽ യു എന്നുള്ളത് ടെൽ ഹിം ആയിട്ട് മാറുന്നു. മാറ്റങ്ങൾ വന്നതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ 2-3 എക്സാമ്പിൾ ലെസൺ എടുത്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ അയച്ചു തരിക. ഇതും കൂടി ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. മനു സെറ്റ്, "I am not well." മീര സെറ്റ്, "It's my pen." Boys said, "We have written English exam." Teacher asked, "What are they reading?" ഇതൊന്ന് ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ അയച്ചു തരിക. ഫോളോയിങ് ആർ ദ വെർബ്സ് യൂസ്ഡ് ഇൻ റിപ്പോർട്ടർ സ്പീച്ച്. ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി തന്നതാണ്. ഒന്ന് വായിച്ചു പോയാൽ മാത്രം. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് കുറച്ച് ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചാൽ മാത്രം മതി. എഴുതിയെടുക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും റിപ്പോർട്ടർ സ്പീച്ച് മനസ്സിലായി, ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ, ഏതെങ്കിലുമൊക്കെ ഒരു പാസേജൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയാൽ മാത്രമേ പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 1-2 ഏതെങ്കിലും ലെസൺ എടുത്തിട്ട് അധികം ഈ ഇതന്നെ എടുക്കുക, പ്രൈസ് ഓഫ് സോഴ്സ് തന്നെ എടുക്കുക. അതിൽ 2-3 ഡയലോഗ് എടുത്ത് മാറ്റി എഴുതി നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.